ശ്രീരാമായ നമോ നമ. സീതാരാമഗുണാരാമപുണ്യാരണ്യനിവാസനോ വന്ദേ വിശുദ്ധവിജ്ഞാനോ കവീശ്വരോ. അരണ്യകാണ്ഡം 41 സർഗം. ഇങ്ങനെ രാജാവിൻ്റെ അധികാരത്തോടെ ഹുങ്കോടെ രാവണൻ പറഞ്ഞപ്പോൾ രാവണനിൽ നിന്ന് പ്രകാരം കേട്ട മാരീചൻ കടുപ്പമായിട്ട് പ്രതികരിച്ചു. മാരീചൻ ഉപദേശിക്കുകയാണ്, താക്കീത് നൽകുകയാണ്. ഏത് പാപിയാണ് അല്ലെ രാജാവേ, പുത്രരും പ്രജകളും മന്ത്രിമാരുള്ള അങ്ങേ ഇവണ്ണം ഉപദേശിച്ചത്? മരണത്തിലേക്കുള്ള വഴിയാണ് ആരെ ഉപദേശിച്ചാലും അങ്ങേക്ക് ഇത് ഉപദേശിച്ചിട്ടുള്ളത്. അങ്ങക്ക് തന്നെ ധാരാളം ശത്രുക്കളുണ്ടാവും. ഇവിടെ അങ്ങ് എത്രയോ പേരെ ദ്രോഹിച്ചിട്ടുണ്ടല്ലോ. ലോക രാവണനല്ലേ. ശക്തി നഷ്ടപ്പെട്ട അങ്ങയുടെ ശത്രുക്കൾ അങ്ങ് നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ഒരു ഉപജാപമായിരിക്കും ഇത്. ഏത് അഹങ്കാരിയാണ് അങ്ങക്ക് ഉപദേശം നൽകിയത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? അതാരായാലും, പ്രത്യേകിച്ച് മന്ത്രിമാരാണല്ലോ ഓരോന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുള്ള അങ്ങയുടെ മന്ത്രിമാർ വധ്യർ തന്നെയാണ്. വഴിവിട്ട അരജനെ നേർവഴിക്ക് ആക്കേണ്ടവരാണ് മന്ത്രിമാർ. രാജാവും പ്രജകൾക്കും മന്ത്രിമാർക്കുമൊക്കെ നാരായ പേര് രാജാവ് തന്നെ. അതിനാൽ അവരാൽ, മന്ത്രിമാരാലും പ്രജകളാലും ഒക്കെ രാജാവ് ഏതു വിധത്തിലും രക്ഷിക്കപ്പെടേണ്ടതാണ്. ഇപ്പം രാജാവിൻ്റെ നന്മയാണ് അവരൊക്കെ ഉപദേശിക്കേണ്ടതും അതനുസരിച്ചിട്ടാണ് അവർ പ്രവർത്തിക്കേണ്ടതും. എന്ന് വെച്ചാൽ അവരുടെ നിലനിൽപ്പ് പോലും രാജാവിൻ്റെ നിലനിൽപ്പിനനുസരിച്ചിട്ടുള്ളതാണ്. ഹേ നിശാചര, രാജ്യം പരിപാലിക്കാൻ കടുത്തതോ വിപരീതമായതോ എടുത്തുചാട്ടം പോലുള്ളവയോ അല്ല വേണ്ടത്. ഏ തീക്ഷ്ണമന്ത്രാ സജീവ ഭുജ്യന്തേ സഹതേനവൈ. നേരെ അല്ലാത്ത കാര്യങ്ങൾ, കടുത്ത പ്രവൃത്തികൾ ചെയ്യാൻ പറഞ്ഞു കൊടുക്കുന്ന മന്ത്രിമാരുണ്ടല്ലോ, സജീവന്മാർ, അവരും കൂടി അതിലകപ്പെടണം. അവരും ബുദ്ധിമുട്ടണം. വിഷമേഷു രഥാ ശീഘ്രം മന്ദസാരഥയോ യഥാ. ശരിയല്ലാത്ത വഴിയിൽ കൂടെ ഒരു എളുപ്പവഴിയാന്ന് പറഞ്ഞ് തേര് കൊണ്ടുപോകുമ്പോൾ രാജാവിനോട് പറയാം, അതിൽ കൂടെ പോയാൽ കുറച്ച് ലാഭമുണ്ടെന്ന് പറഞ്ഞ് ഒരു പൊട്ട വഴി കൂടെ പോവുകയാണെങ്കിൽ രാജാവിനെ ബുദ്ധിമുട്ടിക്കാം, ഇയാളും ബുദ്ധിമുട്ടുള്ളൂ, ഈ സാരഥിയും. ആ മാതിരിയാണ് മന്ത്രിമാർ അവരുടെ ഇഷ്ടപ്രകാരം അല്ല, അല്ലെങ്കിൽ അവരുടെ വിവരമില്ലായ്മ കൊണ്ടോ ഓരോന്ന് പറഞ്ഞ് അതനുസരിച്ച് രാജാവും അപ്രകാരം പുറപ്പെട്ടാൽ രാജാവ് മാത്രം അല്ല ബുദ്ധിമുട്ടിലാവുക, ഈ തേരാളി കൂടി ബുദ്ധിമുട്ടണാവുന്ന മാതിരി അവരും ബുദ്ധിമുട്ടും എന്നാണ് പറയുന്നത്. ലോകത്ത് വേണ്ട ധർമ്മം കാത്ത ആൾക്കാരുണ്ട് ധാരാളം, വലിയ വലിയ മഹാനുഭാവന്മാർ. അവർ പലരും ഈ മാതിരി തെറ്റായ ഉപദേശം കൊണ്ട് എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. ലോകത്തിൻ്റെ ചരിത്രമാണ്. അതുപോലെ എതിർപ്പുള്ള രാജാക്കന്മാർ, വിപരീതം ചെയ്യുന്ന രാജാക്കന്മാർ കാക്കുന്ന പ്രജകളുണ്ടല്ലോ, അവർ ചെന്നായ പരിപാലിക്കുന്ന ആടുകളെ പോലെയാണ്. കുറച്ച് ആടുകളുടെ എണ്ണം ഇങ്ങനെ കുറഞ്ഞു വരും. അതുമാതിരി പ്രജകൾക്ക് ക്ഷയം വരും. അങ്ങനെയുള്ള രാജാക്കന്മാരാണ് ഭരിക്കണമെങ്കിൽ. ഈ രാക്ഷസരുണ്ടോ, ലങ്കയിൽ സുഖമായിട്ട് ജീവിക്കണ 72,000 രാക്ഷസന്മാർ, അവരൊക്കെ നശിക്കാൻ പോകുന്നു. എന്തെന്നാൽ അവരുടെയൊക്കെ രാജാവായ താങ്കൾ ഇങ്ങനെ ഒരു കർക്കശനായി പോയി. അതിനാൽ തന്നെ താങ്കളെ എനിക്കും ഇതാ ഈ ആപത്ത് വന്നുകൂടിയിരിക്കുന്നു. കാകതാലീയ ന്യായപ്രകാരം എന്ന് പറയുന്നുണ്ട്. കാകതാലീയ ന്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പനമ്പഴം വീണു, കാക്ക ചത്തു. പനമ്പഴം വീഴുമ്പോൾ കാക്ക രാവിലെ പതിവൊന്നുമില്ല. എപ്പോഴോ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു വസ്തുവാണ്. പനമ്പഴം വീഴുമ്പോൾ അതിൻ്റെ അടിയിൽ കാക്ക ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ കാക്കയ്ക്ക് അത്രയും ആഘാതം കൊണ്ട് ചാവണമെന്നൊന്നും ഒരു നിയമമില്ല. കാക്ക ചാവണത് തന്നെ നമ്മൾ കാണാറില്ല അധികം. പനമ്പഴം വീണ് കാക്ക ചത്ത മാതിരിയാണ് ഇപ്പോൾ ഈ എൻ്റെ സ്ഥിതി. ഞാനിവിടെ സുഖമായിട്ട് ആശ്രമത്തിൽ ജീവിക്കുകയാണ്. യാതൊരു വിധത്തിൽ അപകടവും വരാൻ പറ്റില്ല. ആ മാതിരി ഒരു കടലിൻ്റെ അപ്പുറത്ത് ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ജീവിക്കുകയാണ്. എനിക്ക് മരണം അങ്ങനെ സ്വാഭാവികമായ മരണമല്ലാതെ വരാൻ ഒരു വഴിയില്ല. അപ്പോൾ ആ മരണം വന്നിരിക്കുന്നു. അങ്ങ് ആ മരണം എൻ്റെ കൊണ്ടുവന്നിരിക്കുന്നു കാകതാലീയ ന്യായപ്രകാരം. എൻ്റെ മരണം കൊണ്ട് അങ്ങേക്കും കുറച്ചൊരു വിഷമം ഉണ്ടാവും. അത് അങ്ങ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മരിക്കുന്നു മുതൽ അങ്ങയുടെ സൈന്യത്തോടുകൂടി കുലത്തോടുകൂടി അങ്ങ് മുടിയും. എന്നെ വന്ന രാമൻ്റെ അടുത്ത
ഇതാരാന്നറിയാലോ? താങ്കൾ തന്നെയാണ്. എനിക്കിതാണ് ഭേദം. യുദ്ധത്തിൽ ശത്രുവിൻ്റെ കരത്താലുള്ള വീരചരമം തന്നെയാണ് ഞാൻ ഇനി ആഗ്രഹിക്കുന്നത്. ഞാൻ എന്താ രാമനെ കാണാൻ ചെന്നു, ഞാൻ എപ്പോൾ രാമനെ കണ്ടു എന്ന് ചോദിച്ചാൽ മതി, അപ്പം എൻ്റെ ജീവൻ പോയി എന്ന് വിചാരിച്ചുകൊള്ളൂ. ഉപകാരം എന്നുള്ള അക്ഷരം പോലും പേടിയാന്നൊക്കെ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ രാമനെ ഞാൻ എപ്പോൾ കാണുന്നു അപ്പം ഞാനും മരിച്ചു എന്ന് കൂട്ടിക്കോളൂ. പിന്നെ താങ്കളും മരിച്ചു എന്ന് കൂട്ടിക്കോളൂ. അടുത്ത ഇര അങ്ങ് തന്നെയാണ്. ഈ ആശ്രമത്തിൽ നിന്ന് സീതാദേവിയെ കടത്തി കൊണ്ടുപോകാന്നുണ്ടല്ലോ, അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ അവസാനമായിട്ട് താക്കീത് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഞാനില്ല, താങ്കളില്ല, താങ്കളുടെ ലങ്കയില്ല, രാക്ഷസരുമില്ല. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇത് കൂട്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ്? നല്ല നല്ല സുഹൃത്ത് വചനം കേൾക്കാത്ത ആൾക്കാരെ മാതിരിയാണ്. പരേതകൽപ്പാഹി ഗതായുഷോ നര ഹിതം ന ഗൃഹന്തി സുഹൃദ്ഭരീരണം. മരിച്ചതിന് തുല്യമുള്ള ആൾക്കാർ മരിച്ചില്ല എങ്കിൽ കൂടി സുഹൃത്തുക്കളുടെ വചനം കേൾക്കില്ല. അങ്ങനെയുള്ള ജീവച്ഛവങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാരീചൻ ഈ അന്ത്യശാസനം നിർത്തുന്നത്. നീലാംബുജശ്യാമളകോമളാംഗം സീതാസമാരോപിത വാമഭാഗം പാണോ മഹാസായക ചാരുചാപം നമാമി രാമം രഘുവംശനാഥം.